പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ പാർട്ടികൾ. അതേസമയം സുരക്ഷാ വീഴ്ചയിൽ പരിശോധന വേണമെന്ന് തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ആവശ്യപ്പെട്ടു. സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവും ഉയർന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ ശ്രീനഗർ സന്ദർശിക്കും. 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കാനാണ് തീരുമാനം. നിരപരാധികളെ വെടിവെച്ചുകൊന്ന ഭീകരരെ ഉന്മൂലനം ചെയ്യണമെന്ന രാജ്യത്തിന്റെ വികാരത്തിന്റെ ഒപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കിരൺ റിജിജു പറഞ്ഞു. सारे पॉलिटिकल पार्टी सरकार के साथ खड़ा है और पूरा देश खड़ा है. ये संदेश भी सब पॉलिटिकल पार्टी ने दिया है और सब पार्टी के नेताओं ने एक ही आवाज़ में कहा है कि सरकार जो भी कदम उठाएगा साथ देंगे. ये भी सब पार्टी के नेताओं ने कहा है. ഭീകരർക്കെതിരെയുള്ള കേന്ദ്രത്തിന്റെ തിരിച്ചടികൾക്ക് പൂർണ്ണ പിന്തുണയെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പ്രതികരണം. രാജ്യത്തിന്റെ നൊമ്പരത്തിനൊപ്പം തിരിച്ചടിക്കണമെന്ന പൊതുവികാരം അംഗീകരിക്കുമ്പോഴും സംഭവിച്ച സുരക്ഷാ വീഴ്ചയ്ക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നു. ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രം മറുപടി പറയണമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ആം ആദ്മി ആവശ്യപ്പെട്ടു. हमारी खुफिया एजेंसियों को जानकारी नहीं और आतंकवादी आते हैं और मार के चले जाते हैं. तो इसमें सुरक्षा की एक बहुत बड़ी खामी सामने आई है, जिसपे हम लोगों ने मांग की है कि इसकी अकाउंटेबिलिटी फिक्स होनी चाहिए और इस पर कार्रवाई होनी चाहिए कि इतनी बड़ी സെക്യൂരിറ്റി ലാപ്സ് കേസ് हुआ. ബൈസരണിൽ എന്തുകൊണ്ട് സുരക്ഷാ സേന ഉണ്ടായില്ലെന്നും അക്രമസ്ഥലത്തേക്ക് എത്താൻ സൈന്യം 1 മണിക്കൂർ വൈകിയത് എന്താണെന്നും അസദുദ്ദീൻ ഒവൈസി ചോദിച്ചു. ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരി ജനതയ്ക്കെതിരെയുള്ള കുപ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഒവൈസി പറഞ്ഞു. क्विक रिएक्शन टीम को 1 घंटा लगा ऊपर पहुंचने के लिए. जब तक ये पूरे शयातीन, ये तमाम जालिम लोग वहां पर मजहब पूछकर गोली मारते रहे. സർവകക്ഷി യോഗത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിട്ടുനിന്നതിലും വിമർശനമുയർന്നു. രാജ്യം സുപ്രധാന പ്രശ്നങ്ങളെ നേരിടുമ്പോൾ പ്രധാനമന്ത്രി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുകയായിരുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വിമർശിച്ചു. തിരിച്ചടിക്ക് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴും ഗുരുതര സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രം മറുപടി പറയണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.